നോബി ഞാനവിടെ കൂടിയിട്ട് ഒരു ബിരിയാണി കിസ്സാന്ന് പറഞ്ഞിട്ടൊരു പടം. ഇവന് അന്ന് ഭയങ്കര ആഗ്രഹം, നോയമ്പിന്റെ ടൈമാണ്. ഇവന് നോയമ്പെടുക്കണം. കോഴിക്കോടാണ്, അവന് നോയമ്പെടുത്തേ പറ്റുള്ളൂ. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവനെടുത്തു. അപ്പം ഞങ്ങൾ നോക്കുമ്പോഴേ മാമക്കായ സീനത്തേച്ചിയൊക്കെ ഇരുന്ന് ഉച്ചയ്ക്ക് ഊണ് അപ്പൊ ഞങ്ങൾ നോയമ്പം പിടിച്ചോണ്ട് കറങ്ങി കിടക്കുന്നത്. കുറെ കഴിഞ്ഞ് 2 ദിവസമായി 3 ദിവസമായി 4ാമത്തെ ദിവസമായി നോബി പറഞ്ഞു, ഇത് നിന്റെ ഒറ്റ ആവശ്യമില്ലാത്ത പരിപാടി. എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇനി ഈ സെറ്റിൽ ഭക്ഷണം കഴിക്കാനും പറ്റും. 5ാമത്തെ ദിവസം അവിടെ കരാനത്തിരുന്നിട്ട് പറയാം, ഇനി പറ്റില്ല കേട്ടോ, ഇനി പറ്റില്ല, നീ എവിടെന്നെങ്കിലും ഒരു പുതിയ ചോറ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് പ്രോഗ്രാമിൽ ഇതിപ്പോ എന്താ പറയുക, ഇവർക്ക് അപകർഷതാ ബോധമൊന്നും ഇല്ല. അപ്പൊ നവീന് കുറച്ച് അപകർഷതാ ബോധം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞു കൊടുക്കും. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവീൻ പാലക്കാട് നിന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ക പാലക്കാടൻ ഭാഷയിൽ ഇവിടെ സംസാരിക്കാൻ പോകണം. കാരണം എൻ്റെ സ്ലാങ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളൊരു അപകർഷതാബോധം എനിക്കുണ്ട്. ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാർക്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നൊരു സാധനമാണിത്. ഇതല്ല അപകർഷതാബോധം. വീട്ടിൽ നിന്ന് തുടങ്ങാണ് പ്രശ്നം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവരും, അമ്മ വെച്ച് തരും, ഞാൻ വെറുതെ ഇരുന്ന് തിന്നും. ഇതിങ്ങനെ കുറേ ദിവസം പോയപ്പോൾ എനിക്ക് അച്ഛനമ്മനെ നോക്കാൻ ഒരു അപകർഷതാബോധം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കൂളിൽ പോയത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അച്ഛനമ്മേനെ നോക്കണ്ടല്ലോ, ഉച്ചക്കഞ്ഞി കിട്ടുമല്ലോ. പിന്നെ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു തോൽവിയാണെന്നുള്ളത്. സത്യമാണ്, ഞാനൊരു ലോക തോൽവിയാണെന്നുള്ള ബോധം എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട്. അതിൻ്റേതായൊരു അപകർഷതാബോധം എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ ചില സൗഹൃദങ്ങൾ അത് നമ്മളെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അനൂപ്, അവനാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നത്. കാരണം അവനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലിയ തോൽവികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടത്. തോൽവിയുടെ കേസിൽ ഞാൻ സിൽവർ ആണെങ്കിൽ അവൻ ഗോൾഡാണ്. പക്ഷെ എന്ത് തോൽവിയാണെങ്കിലും എനിക്കുണ്ടായിരുന്നൊരു പ്രേമം. ഇനിയിപ്പോൾ അടുത്തെന്താ ഞാൻ പറയാൻ പോകണമെന്ന് അറിയാലോ, അവളെന്നെ തേച്ചിട്ട് പോയി. അതെൻ്റെ അപകർഷതാബോധം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നാട്ടുകാർ പറയണത് അവൾക്ക് ബോധമുള്ളതുകൊണ്ടാണെന്നാണ്. എന്തൊക്കെയായാലും ഇത്രയും സുന്ദരനും സുമുഖനും സൽസ്വഭാവിയായിട്ടുള്ള എന്നെ ഒഴിവാക്കിയ അവൾക്ക് ഇന്നും അറിയാത്തൊരു സത്യമുണ്ട്. എന്താ അറിയോ? ഞാൻ അവളെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം വെച്ചാൽ ഈ അപകർഷതാബോധം കാരണം എനിക്കത് പറയാൻ പറ്റിയില്ല. ഈ തേപ്പൊക്കെ കിട്ടിയ അവസ്ഥയിൽ ഈ അപകർഷതാബോധം ഇല്ലാണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപാടികൾ നോക്കി. ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചതല്ല, പണ്ട് കാരണവന്മാരെ കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ്. 2 അടിക്കുക. ഈ 2 അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ ബ്യൂറോയിൻ്റെ ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാവും ഇല്ലേ ചേട്ടാ? എനിക്കുണ്ടായിട്ടില്ല. ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ അപകർഷതാബോധമാണോ അപകർഷത ഇല്ലാത്ത ബോധമാണോന്ന് അറിയില്ല, ബോധം പോകും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ തല പൊങ്ങാണ്ടാവുമ്പോൾ ഒരു കുറ്റബോധം വരും. ഈ കുറ്റബോധം ഇനി ജന്മത്തിൽ കള്ളു കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു അവബോധം നമ്മളുണ്ടാക്കും. എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ ഈ ഉപബോധം ഉണ്ടല്ലോ, ഇത് നമ്മളെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കുറേ ദിവസം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അപകർഷതാബോധം ഉണ്ടല്ലോ, ക്യൂ നിൽക്കുന്ന സംഭവം, ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷെയർ ഹോൾഡറെ കൊണ്ടുവന്നു. ഷെയർ ഹോൾഡർ പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല, ഷെയർ ഇട്ട് അടിക്കുന്ന ആൾ. ഇവൻ ഷെയർ തരില്ല എന്ന് മാത്രമല്ല, എൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് പോയിട്ട് ഒരു ഫുള്ള് വാങ്ങി എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അടിച്ചു തീർക്കും. ഒരു പെഗ് വാങ്ങിക്കുടിക്കാൻ എൻ്റെ അപകർഷതാബോധം എന്നെ സമ്മതിച്ചില്ല. അതെനിക്ക് ഈ അപകർഷതാബോധം ഏറ്റവും കൂടുതൽ ഇളകണത് എപ്പോഴറിയോ? പെമ്പിള്ളേരത്ത് സംസാരിക്കുമ്പോൾ. അതെന്താണെന്നറിയില്ല. അതിൽ പെമ്പിള്ളേരത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കണം. കാരണം ഇപ്പോൾ ഒരു നിയമം വന്നിട്ടില്ലേ, സ്ത്രീകളെ പറ്റി വല്ലാണ്ട് വർണ്ണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ കേസെടുക്കാമെന്നൊരു നിയമം വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും പെമ്പിള്ളേരായിട്ട് യാതൊരു സംസാരവും ഇല്ല, ഒരു പെൺകുട്ടിയോടത്തും ഞാൻ സംസാരിക്കാറില്ല. അപ്പം ഞാൻ ഏത് പെൺകുട്ടിയായിട്ട് സംസാരിക്കണം നീ കണ്ടിരിക്കണേ? ഒന്ന് എണീറ്റോ പ്ലീസ്. തള്ള വൈബാണത്, തള്ള വൈബ്. എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നിനൊക്കെ നീ ആ സ്ത്രീയുടെ പ്രായത്തിനെ നോക്കണ്ടേ? സോറി എടുത്തി. മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണല്ലോ, കോപ്പിറൈറ്റുള്ള കൗണ്ടറാണ്. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തണം. മാതാപിതാ ക്ലൂസ് പൊടി ദൈവം. ഇതിപ്പോൾ എന്തിനാ ഞാൻ ഇവിടെ പറഞ്ഞെന്നറിയോ? ഇല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് 5 മിനിറ്റ് തികയില്ല. പിന്നെ നമ്മൾ മലയാളികളുടെ അപകർഷതാബോധം ഒന്നും ഇല്ലാതാവുന്ന ഒരു സ്ഥലമുണ്ട്, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെ വേണേലും വിമർശിക്കും, എന്ത് വേണേലും പറയും. ഒരു അപകർഷതയില്ല, ഒരു ബോധമില്ല. ഞാൻ നാളെ ചിത്ര ചേച്ചി പാട്ട് പാടുന്ന ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോൻ്റെ ഇടയിൽ ഒരുത്തൻ കമൻറ്റ് ഇട്ടിരിക്കുകയാണേ, ഇങ്ങനെ അനങ്ങാണ്ട് നിന്ന് പാടിക്കഴിഞ്ഞാൽ നാളെ വേറെ പരിപാടി കിട്ടുമോ? റിമി ടോമിനെ പോലെയൊക്കെ അത്യാവശ്യം ഡാൻസൊക്കെ കളിച്ച് പാടാം. എന്നാൽ പിന്നെ റിമി ടോമിയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, എന്തിനാ അങ്ങനെ തുള്ളിച്ചാടുന്നു, ചിത്ര ചേച്ചിനെ പോലെ നിന്നിട്ട് അനങ്ങാണ്ട് നിന്ന് പാടിക്കൂടെയാണ്. നോക്കുമ്പോൾ ഇത് 2 ഇട്ടിരിക്കുന്ന ഒറ്റ ആളാണ്.
പിന്നെ തള്ള് അല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും അതിൻ്റെ അടിയിൽ ഒരു സാധനം വരും, തള്ള്. നമ്മൾ തള്ളാണ്ടിരിക്കോ? നമ്മൾ നന്നായിട്ട് തള്ളുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ അരിക്കൊമ്പൻ്റെ കേസ് എടുക്കാം. ഈ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയപ്പോൾ അരിക്കൊമ്പൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ് നമ്മൾ തള്ളിമറിച്ചിട്ടു. പിന്നെ ഈ ചക്കക്കൊമ്പൻ്റെ മുറിവാലിനൊക്കെ ഉള്ള സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണു ഇത്രേ. എന്താല്ലേ മെഗാ സീരിയലിൻ്റെ കഥയാണ്. അരിക്കൊമ്പൻ്റെ അമ്മയുടെ കുഴിമാടത്തിൽ വിളക്ക് കത്തിക്കാൻ അരിക്കൊമ്പൻ വരുന്നത് നമ്മൾ തള്ളി മറിച്ചതാണ് ആൾക്കാരാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചില വൃത്തിയായിട്ട കൂട്ടുകാർ എന്നെ അരിക്കൊമ്പൻ എന്ന് വിളിക്കാറുള്ളൂ. എൻ്റെ ഈ തടിക്ക് കാരണം എൻ്റെ അപകർഷതാബോധമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്നു പറഞ്ഞു, നല്ല കണ്ടന്റ് മുമ്പിലേക്ക് താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.